നമസ്കാരം. ഡിസംബർ മാസം അവസാനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. വർഷാവസാനമായി എന്ന് തന്നെ പറയാം. പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് വർഷാവസാനത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന നക്ഷത്രക്കാരുടെ ഡിസംബർ അവസാന മാസത്തിലെ ഈ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഫലങ്ങൾ ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പറയുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാർക്ക് വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ ഏറ്റവും ശുഭകരമായി ഭവിക്കുന്ന ദിവസങ്ങളാണ് എന്ന് പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരും. അതേപോലെ ബിസിനസ്സിൽ വളരെയധികം നേട്ടങ്ങൾ, ലാഭം വന്നു ചേരുന്ന അവസരങ്ങളാണ് എന്ന് തന്നെ പറയാം. ഈ സമയം വലിയ ജോലികളിൽ, വലിയ കാര്യങ്ങളിൽ പങ്കാളിയാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത് നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായി മാറും. സാമ്പത്തികപരമായ സഹായങ്ങൾ പോലും ലഭിക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം പുതിയ ചില ജോലികൾ ആരംഭിക്കാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല വഴികളിലൂടെയും ധനം കൈകളിൽ എത്തുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു രാശിയായി പറയുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുന രാശിക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. പുതിയ ചില കരാറുകൾ നിങ്ങളെ തേടിയെത്താം എന്ന കാര്യവും ഓർത്തിരിക്കുക. സാമ്പത്തികപരമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം ക്ലേശങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, കൂടാതെ സഹോദരങ്ങൾ തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. ഇവരിൽ നിന്നും സഹായം, പിന്തുണ ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് വലിയ ലാഭം ലഭിക്കുന്ന അവസരങ്ങൾ പോലും വന്നു ചേരും. മിഥുനം രാശിക്കാർക്കും ഈ സമയം വളരെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കാണ് കൂടുതൽ സാധ്യത എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാർക്ക് ഡിസംബർ മാസത്തിൻ്റെ വർഷാവസാനം അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. പ്രധാനമായും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കർമ്മമേഖലയിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു. വളരെ സന്തോഷത്തോടെ തന്നെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. സന്തോഷകരമായ നിമിഷങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പുതിയ കരാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയം തന്നെയാണ് എന്ന് പറയാം. സാമ്പത്തിക സഹായം പോലും ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പുതുവർഷത്തിൽ അതൊരു മുതൽക്കൂട്ടായി മാറും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് കുംഭം രാശിക്കാരാകുന്നു. കുംഭം രാശിക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രധാനമായും നിങ്ങൾക്ക് വർഷാവസാനം ഡിസംബർ മാസത്തിൻ്റെ ഈ അവസാന ദിവസങ്ങൾ ഏറ്റവും അനുകൂലമായി ഭവിച്ചിരിക്കുകയാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്ന ഒരു സമയമാണ് എന്നതാണ് വാസ്തവം. കൂടാതെ സഹപ്രവർത്തകരിൽ നിന്ന് പോലും പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ പുതിയ ജോലികൾ നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികപരമായ സഹായങ്ങൾ ലഭിക്കാവുന്നതാണ്.
ധനപരമായ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. ഈ സമയം പെട്ടെന്നായിരിക്കും പല കാര്യങ്ങളിലും ഉയർച്ച നേടുവാൻ സാധിക്കുക. ഈ സമയം സാമ്പത്തികപരമായ ഉയർച്ചയാണ് പ്രധാനമായും വന്നു ചേരുക. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടും വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ ഇവരിൽ നിന്നും വളരെ പിന്തുണ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ജോലിസ്ഥലത്ത് വളരെയധികം മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഇത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെലവ് വർദ്ധിക്കുവാനും ധനനഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ചെലവിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക. ഈ കാര്യം ഒഴിച്ചു നിർത്തുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ കൈകളിലേക്ക് വന്നു ചേരും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പറയുന്നത് മീനം രാശിയാകുന്നു. മീനം രാശിക്കാർക്ക് പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരാവുന്നതാകുന്നു. പ്രധാനമായും നിങ്ങൾക്ക് ബിസിനസ് പരമായി ഈ സമയം കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്ന ഒരു സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കർമ്മമേഖലയിലും ഉയർച്ച നേടുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. അതേപോലെ പല വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരും. അത്തരത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം പുതിയ കരാറുകളിൽ, പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ നിരവധിയാർന്ന നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാകുന്നു. അതിനാൽ പെട്ടെന്ന് തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ കൂടിയാണ് ഇത്. എന്നാൽ ധനപരമായ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും.